ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിന്റെ പുസ്തകം 18-ാം അധ്യായം 17-ാമത് വാക്യം, അവൻ്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചു പോകും എന്ന പദമാണ്. ഈ അധ്യായത്തിൽ മുഴുവനും ഓർപ്പിച്ചിട്ടുള്ളത് തിന്മ പ്രവർത്തിക്കുന്നവരുടെ നാശത്തെക്കുറിച്ചാണ് ഓർപ്പിച്ചിട്ടുള്ളത്. ഇത് ഇയ്യോബിനോട് പറയുന്ന വാക്കുകളാണ്. ഇയ്യോബ് ദൈവത്തെ വിട്ട് അനീതിയും തിന്മയും പ്രവർത്തിച്ചിരിക്കൊണ്ടാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ എന്നുള്ള മാനുഷിക ചിന്തയാണ് ഭക്തനെ നോക്കിക്കൊണ്ട് ഈ നിലകളിൽ പറയുവാൻ കാരണമായി തീർന്നിട്ടുള്ളത്. മനുഷ്യൻ്റെ വിധിയിൽ നിന്നും സങ്കല്പത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ദൈവം കാര്യങ്ങൾ നോക്കിക്കാണുന്നതും ദൈവം വിധി കൽപ്പിക്കുന്നതുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുമുണ്ട്. ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന പദം തിന്മ പ്രവർത്തിക്കുന്നവൻ്റെ ഓർമ്മ ഇല്ലാതെയായി പോകും എന്നോർപ്പിക്കുന്ന വാക്കുകളാണ്. അതേ നിലയിൽ തന്നെ പറഞ്ഞിട്ടുള്ള അനവധി സാഹചര്യങ്ങളുണ്ട്. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കാലഘട്ടങ്ങളിൽ പല മണ്ഡലങ്ങളിലും പല സാഹചര്യങ്ങളിലും അവർ ദൈവത്തോടു കൂടെ വസിക്കുന്നുവോ എന്നുള്ള സംശയം ജനത്തിൻ്റെ ഹൃദയത്തിൽ ഉരുവായി വരികയും കുറ്റപ്പെടുത്തലുകളും ആ നിലകളിലുള്ള സംഭാഷണങ്ങളും കടന്നു വന്നിട്ടുള്ള അനവധി സന്ദർഭങ്ങളും ഭക്തന്മാരുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ മനുഷ്യന്റെ സങ്കല്പങ്ങൾക്കും മനുഷ്യന്റെ വിധിക്കും അപ്പുറത്ത് പിതാക്കന്മാരുടെ ദൈവം പിന്നത്തേതിൽ അവരെ നോക്കിക്കൊണ്ട് ഓർപ്പിക്കുന്നത് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞാൻ എന്ന് പറയത്തക്ക തലത്തിലുള്ള ഒരു പശ്ചാത്തലത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 112-ാം സങ്കീർത്തനം 6-ാം വാക്യം നാം വായിക്കുമ്പോൾ പറയുന്നത്, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല, നീതിമാൻ എന്നേക്കും ഓർമ്മയിൽ ഇരിക്കും. അനീതി പ്രവർത്തിക്കുന്നവരുടെ പേരുകൾ മാഞ്ഞു പോകുമ്പോൾ നീതി പ്രവൃത്തിയിൽ മുൻപോട്ട് ജീവിക്കുന്നവരുടെ പേരുകൾ ഓർമ്മയിലിരിക്കുമെന്നും അവർ പിന്നത്തേതിലും പ്രശംസിക്കപ്പെടുമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ ദൈവത്തോടു കൂടെയുള്ളതായ വാസത്തിൻ്റെ ഫലമാണ്. വിശ്വാസവീരന്മാരുടെ പട്ടിക പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിൽ ഭക്തൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എത്രമാത്രം ബദ്ധപ്പാടുകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ഇവിടം കൊണ്ടെല്ലാം അവസാനിക്കുമെന്ന് ചിന്തിക്കപ്പെട്ടതുമായ പിതാക്കന്മാരായ ആളുകൾ അവരോർമ്മയിലിരിക്കുകയാണ്. ഇന്നും അവരുടെ പേരുകൾ ഓർക്കുന്നതും ഓർപ്പിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തോടു കൂടെ വസിച്ചു എന്നതിൻ്റെ മറുപടിയാണ്, ഉത്തരമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, തിന്മ പ്രവർത്തിച്ച് നമ്മുടെ ഓർമ്മ ഇല്ലാതെയായി പോകുകയല്ല, നന്മ പ്രവർത്തിച്ച് നമ്മുടെ ഓർമ്മ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിനായി ആഴമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം ഭാഗ്യം നൽകട്ടെ. കരുണയുള്ള ദൈവമേ,
ഞങ്ങളുടെ ജീവിതം ക്ഷണികമാണ്. ഇക്കാലഘട്ടത്തിൽ ഞങ്ങൾ തിന്മ പ്രവർത്തിച്ച് ഞങ്ങൾ ഓർമ്മയില്ലാത്തവരായി തീരുകയല്ല. ഞങ്ങളാൽ ആവോളം നന്മ പ്രവർത്തിച്ച് ഞങ്ങളുടെ ഓർമ്മ നിലനിൽക്കുന്ന ഒരനുഭവമായി തീരുവാൻ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.